ഞങ്ങളിപ്പോൾ ബെൽജിയൻ നഴ്സറിയിലാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 50 കിലോമീറ്റർ ദൂരമാണ്. അപ്പോൾ ഇവിടെ കാക്ടസിൻ്റെ ഭയങ്കര ഒരു വെറൈറ്റി സെക്ഷൻ ഉണ്ട്. അത് കാണിക്കാം നിങ്ങൾ വന്നിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടപ്പോൾ ഞാൻ കാണിക്കാം. ഇത് ഫാമിലി ഓൺഡ് ബിസിനസ് ആണ്. കുറേ വർഷങ്ങളായി, ഇപ്പോൾ 65 ഇയേഴ്സ് ഇവർ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് അവധിയായ ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. വിക്ടോറിയ ഡേ ഇവിടെ അവധിയാണ്, അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും വന്ന് കാണാറുണ്ട്. ഇത് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ അതിൻ്റെ അകം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കാണാം. ബസ്സിന് മാത്രമുള്ള ഏരിയ ആണ് ഇത്. 5400 സ്ക്വയർ ഫീറ്റ് വർക്ക് ഇത് തന്നെയുണ്ട് കേട്ടോ. ഇത് എത്ര വർഷം പഴയതാ എഴുതിയിട്ടില്ല, എത്ര പഴയതാണേ. ഇതിന്റെ പേര് ക്രൗൺ ഓഫ് തോൺസ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതല്ലേ, സ്നേക്ക് പ്ലാന്റ്. അയ്യത്തൊക്കെ ഒത്തിരി നിൽക്കുന്നേ കാണാതെ. എനിക്കുണ്ട് അത് വീട്ടിൽ. മദർ ഇൻ ലോയുടെ ചങ്ങെന്നാ അത് പറയാ. ഇത് കണ്ടോ, ഇത് ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലുണ്ട്. ചിക്സ്. ഇതിന്റെയൊക്കെ വില ഇവിടെ എഴുതിയിട്ടുണ്ടാവും എത്രാന്ന്. ഇത് സക്കുലൻസും കൂടെ ഉണ്ട് ഇവിടെ കേട്ടോ. സക്കുലൻസ് ഇതെല്ലാം അലോവേരയുടെ പ്ലാന്റ്. ഇതൊക്കെ കയറിപ്പോയേക്കുന്നത് നോക്കി, എത്രയോ വർഷം പഴക്കമുള്ളതാന്ന് നോക്കിട്ട്. ഇത് കോമൺ ആണ് എല്ലാവരുടെയും വീടുകളിലുള്ള, നാട്ടിലൊക്കെ എനിക്ക് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഇതങ്ങ് വളർന്നോളൂ കോമൺ ആയിട്ട്. ഈ സൈഡിലിരിക്കുന്ന എല്ലാമേ വിന്ററിന് വെളിയിൽ നിന്നാൽ മതി, അകത്തോ വെളിയിൽ വെച്ചാൽ വിന്ററിനെയൊക്കെ ഇത് സർവൈവ് ചെയ്ത് കിളുത്ത് വരുന്നതാണ്. ഇത് ഹാരി പ്ലാന്റ്സ് ആണ്. ഇത് നല്ല സ്ലിപ്പർ. ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതിന്റെ പേരുകളെല്ലാം കൂടെ പറഞ്ഞു വരുമ്പോൾ ഇതിന്റെ വില അതിൽ ഇട്ടിട്ടുണ്ട്. കണ്ടെയ്നറിന് വില കണ്ടോ, $52, $32. ഈ കണ്ടെയ്നറിന് വില നോക്കണം. ഇത് വെള്ളം ഒന്ന് ഒഴിച്ച് ചെടി നോക്കാൻ വയ്യ, പക്ഷെ എന്നാൽ ചെടി വീട്ടിൽ വേണമെന്ന് ആഗ്രഹമുള്ളവർക്കെല്ലാം കാക്ടസും സക്കലൻറ്റും ഒക്കെ ഒരു നല്ല ഓപ്ഷനാണ്. എന്ന് വെച്ചാൽ 2-3 ആഴ്ച കൂടുമ്പോൾ ഇച്ചിരിയും വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചെടി വെക്കാൻ പറ്റും. പൂക്കളുണ്ട്, അതിന് റെഡ് പൂവൊക്കെ പൂവല്ലേ ഇത്. കണ്ട പാറ പോലെ അല്ലേ, നല്ലൊരു വെറൈറ്റി അല്ലേ ഇത് കാണാൻ. നല്ല ഭംഗി. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ പാദം പോലെ ഫ്ലവർ ചെയ്യുകയും ചെയ്യും, നിൽക്കുകയും ചെയ്യും. ബ്യൂട്ടിഫുൾ ആയത് കാണാൻ കേട്ടോ. ലിവിങ് സ്റ്റോൺ എന്നതിൻ്റെ പേര് കണ്ടു. ഇത് കണ്ടോ, ഇതല്ല നമ്മുടെ നാട്ടിൽ ബേദൽ ഹേം എന്ന് പറഞ്ഞാൽ രാത്രിയാകുമ്പോൾ പൂക്കുന്ന ഒരു ചെടിയില്ലേ, അതാണത്. അത് എല്ലായിടത്തും കേരളത്തിൽ കോമൺ ആണ്. ഇതതിൻ്റെ വേറെയാണെന്ന് തോന്നുന്നു, വെറൈറ്റി. ചുരുണ്ട ഇലയായിട്ടിരിക്കുന്നു. ഇതിന്റെ പൂവാണ് കറുത്ത് കാണുന്നത്. അതിന്റെ പൂച്ചാണെന്ന് തോന്നുന്നു കറുത്തിട്ട്. എന്ത് രസമുണ്ട്. അത് വിൽക്കാൻ വെച്ചേക്കുമല്ല, പക്ഷെ എന്തോരം വർഷം പഴക്കമായതെന്ന് കാണുമ്പോൾ അറിയാലോ. ഇരുന്ന് മുറ്റി മുറ്റി. ഇത് കണ്ടോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് പോട്ട്സ് വിൽക്കാനുണ്ടേ. ഇവിടെ വന്നാലോ നല്ലതായിട്ട് കാണാം ഈ സൈഡ് കേട്ടോ. കുഞ്ഞതിനെ കട്ട് ബാക്ക് കാക്ടസ്. ഇതിനെ കട്ട് ബാക്ക് കാക്ടസ് എന്നാ പറയുന്നത്. കട്ട് ചെയ്തിട്ട് കിളുത്ത് വരും വീണ്ടും കേട്ടോ. ഈ കാണുന്നതല്ല കട്ട് ബാക്ക് കാക്ടസ്. ഓ, ഇത് കട്ട് ചെയ്ത് വെക്കാൻ പറ്റും, നടാൻ പറ്റും നമുക്കിതിനെ. കട്ട് ചെയ്തിന്റെ പീസ് എടുത്ത് വെക്കാൻ പറ്റും.
അതേ വേറൊരു ചെണ്ട ഇരിക്കുന്നു, ചെണ്ട. ഇത് ഭംഗിയിലിരിക്കുന്നു. ഇതൊക്കെ എന്തോരം വർഷം പഴക്കമുള്ളതെന്നറിയാം, ഒരുപാട് വർഷം പഴക്കമുള്ളത്. കണ്ടാ അറിയാലോ. തൊടാൻ പാടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ തൊടുന്നില്ല. ഇതിൻ്റെ അകത്തിരിക്കുന്ന ഒരു സാധനം വിൽക്കാനുള്ളതല്ല, ഈ വെച്ചേക്കുന്നതിൽ ഒന്നും വിൽക്കാനുള്ളതല്ല, എല്ലാം കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതൊക്കെ നാട്ടിലുള്ളതല്ല, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ട് ഈ കിടക്കുന്നത്. ഇത്ര വർഷമാക്കുകയാണ് ഇതുപോലെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ, ബൾബ് വന്ന് വന്ന് പുതിയതാവണമെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മദ്ദളമൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, മദ്ദളല്ലേ. ഇത് നോക്കിയാൽ ലോട്ടസ്, നമ്മുടെ താമരപ്പൂ പോലെ. ഇതിന്റെ ഭംഗി നോക്കി, ദൂരം രസമുണ്ട് ഇത് കാണാൻ. 1994 ഇത് തുടങ്ങിയത് ആദ്യമായിട്ടെ. ഈ നഴ്സറി തുടങ്ങിയത് 94. 94. ഇത് അതിന് ചെറുത്, അതിന്റെ വില കണ്ടോ, $200 ഇതിന്റെ വിലയായി. ചെറുത് ഇതാണ് അവിടെ വലിയതായിട്ട് ഇരിക്കുന്നത് ആയിട്ട്. ഇതിന്റെ അപ്പുറത്തൊക്കെ ഇരിക്കുന്ന നല്ല രസമുണ്ട് ഇത് വാങ്ങിച്ചു. ഓരോന്നും ഓരോരോ വെറൈറ്റി ആണേ. ഇതെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്, ഇതെല്ലാം നമുക്ക് മേടിക്കാം. ഇത് ഈ ഒറ്റ പോട്ടിൽ പലതുണ്ട്. ഇതിനുണ്ടോ $160. മുമ്പേ അവിടെ കണ്ടതിനേക്കാളും ഒരു സൈസിൽ വലുതാണ്. അതിന്റെ വില 380. അപ്പൊ കുറച്ചും കൂടെ വലുതാണ്. ഗ്രീനിന് തന്നെ വേറെ കളർ കണ്ടാൽ തോന്നും പൈസ നിൽക്കുകയാണ്, പക്ഷെ അതിന്റെ വേറെ കളറാണിത്. എല്ലാത്തിൻ്റെയും പ്രൈസസ് അതിൻ്റെയൊക്കെ ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് എളുപ്പമുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ചെടിയുടെ വില. ഇതെല്ലാം ഡെക്കറേറ്റീവായിട്ട് തന്നെ വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ വിൽക്കാൻ വലുതല്ല, ഇതൊക്കെ ചെറുതെല്ലാം വിൽക്കുന്ന പോട്ടിൽ നമുക്ക് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സക്കലൻസ് ആണ്. സക്കലൻസ് നല്ലതാണ്, വെളിയിൽ വെച്ചാൽ മതി. പക്ഷേ വിന്ററിലൊന്നും പറ്റത്തില്ല, അതിന് അകത്ത് വെക്കണം. ഫ്രോസ്റ്റ് ഒന്നും പറ്റത്തില്ല, അകത്ത് വെച്ചിക്കേണ്ടി വരും. അപ്പം ഇതെല്ലാം അല്ലെങ്കിൽ നന്നായിട്ട് വളർന്നു വരും പുറത്ത് വെച്ചാൽ. ഇല്ലാണ്ട് കള്ളിമുൾച്ചെടിയുടെ തന്നെ പല വെറൈറ്റി കുഞ്ഞത് വാങ്ങിച്ചിടും. അതിൻ്റെ ഒക്കെ വിലയുണ്ട് അവിടെ, ഇഷ്ടം പോലെ ഉണ്ടേ. ഇത് ബേർഡിന്റെ ബാത്ത് ചെയ്യാനുള്ളതാ. ഇത് ബേർഡ് ബാത്ത് $180. ഈ ട്രീ ഉണ്ട്, ദൂരം വർഷം പഴക്കം. നോക്കി ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പം പിന്നെ അങ്ങ് വലുതാവുന്നതാണ്, ഒത്തിരി വർഷം പഴയത്. ഇത് കണ്ട് ഗ്രീൻ ഹൗസ് നല്ല സണ്ണിയാണ് എപ്പോഴും. ഈ കാക്ടസിനൊക്കെ അറ്റ്ലീസ്റ്റ് 4 മണിക്കൂറത്തെ സണ്ണെങ്കിലും കിട്ടണം റെഗുലറായിട്ട്. ഇത് അതുകൊണ്ട് തന്നെ ഇത് നല്ലതായിട്ട് ത്രൈവ് ചെയ്യുന്നു ഇതിൻ്റെ അകത്ത്. ഇത് നോക്കിയത് നല്ല രസമുണ്ട് കാണാൻ. ഇതിലെ മഞ്ഞ പൂ കണ്ടോ, ഇതിൻ്റെ അകത്തെ പൂ കണ്ടോ?
നല്ല യെല്ലോ ഫ്ലവർ. നല്ല രസമുണ്ട് കാണാൻ. സക്കലൻസ് ഇരിക്കുന്നതെല്ലാം വെക്കാൻ. ഈ സ്ട്രിംഗ് ഓഫ് പേൾസ് ഒക്കെ എല്ലാം കോമൺ ആണ്. ഇതൊക്കെ എല്ലായിടത്തും കോമൺ ആണ്. അത് കോമൺ ആണ്, അപ്പുറത്തിരിക്കുന്ന അത് കോമൺ ആണ്. ഇതെല്ലാം സക്കലൻസ് ആണ്. കാക്ടസും സക്കലൻസും ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം മേടിച്ചോണ്ട് പോകാം. കുഞ്ഞു കുഞ്ഞു പോട്ടിന് ഇതിന്റെ പൂ കണ്ടോ? കുഞ്ഞു പോട്ടിന് എത്ര വില നോക്കട്ടെ. $9 ഇതിന്റെ വില. ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് നോക്കിയേ, ഇതിന്റെ അറ്റത്തുനിന്ന് അങ്ങനെ കിളുത്ത് പോകുന്നേ. ഇത് നാട്ടിലുള്ളതാ. ഈ ലീഫിന്റെ ഓരോ അറ്റത്തുനിന്നും പുതിയ ഒരെണ്ണം എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നുണ്ട്. ഇതിന്റെ അറ്റത്തുനിന്ന് അടുത്തൊരെണ്ണം ഉണ്ടായി മുളച്ചു വരുന്നു. ശരി, എനിക്ക് ഒത്തിരി, ഞങ്ങൾക്ക് കുറെ കാക്ടസ് ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ അതൊന്നും ഇല്ല. ഈ പൂ കണ്ടോ? ഇതിന്റെ പൂ കണ്ടോ? ഇതിന് നല്ല ഫ്ലവർ. ഇപ്പം വിടർന്നിട്ടില്ല പൂ, അതോ അത്രേ ഉള്ളൂ എന്നറിയാം. ഇതൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റി ആണ്. കാക്ടസിന്റെ സക്കലൻസ് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. കണ്ടാൽ തോന്നും എല്ലാം സെയിം ആണ്, പക്ഷെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ട്. ഇത് രണ്ടൊക്കെ കണ്ടാൽ തോന്നും ഒരുപോലെ. നല്ല വ്യത്യാസമുണ്ട് ഇതൊക്കെ തമ്മിൽ. എല്ലാം വെറൈറ്റിയാ. രണ്ട് സൈഡിലായിട്ടാണ്. ഒരു സൈഡിലും രണ്ട് സൈഡും ഇരിപ്പുണ്ട്. അവിടെ അവിടെ ബൾക്കായിട്ടിരുന്നല്ലേ ഒരുപാട് വർഷമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുഞ്ഞതാ ഇത്. അത് വിൽക്കാനല്ലാതെ വെച്ചത്. ഇതിന് $100 ഇതിൻ്റെ വില. ഈ ഒരു ചക്കയ്ക്ക് $100. ഇതിൻ്റെ വലിയത് അവിടെ ഇരുന്നത്. ഇത് വിരാമ. ഇത് നോക്കിയതും നല്ല ഭംഗിയുണ്ട് അല്ലേ? വളഞ്ഞു കുത്തി കിടക്കുന്ന നോക്കിയേ. അപ്പുറത്ത് അതിൻ്റെ വേറൊരു കളർ ഇരിക്കുന്നു. ഈ ജെയ്ഡ്, ഇത് ജെയ്ഡ് കോമൺ ആണ് എല്ലായിടത്തും. പക്ഷെ നല്ല സണ്ണ് വേണം, വെള്ളം കുടിപ്പോയി ചത്തുപോവുകയും ചെയ്യും. കാക്ടസും സക്ലൻസ് എല്ലാം അങ്ങനെ തന്നെയാണ്. അതാണ്ട് ഇത് നോക്കിയേ, എന്തോ ഇതിന് $100. ഇത് നോക്കി, ഇതിന്റെ ഇല ഒടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇല ഇടിച്ച് വെച്ചാൽ അത് കിളുത്ത് വരും. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. ഇത് നോക്കി, നല്ല ഭംഗിയുണ്ട്. ലീഫായി വരാൻ പാടില്ല, അറിയാൻ ഞാൻ തൊട്ടു. ഇത് എന്താ മരം കയറി പോയേക്കുന്ന, വളർന്നിട്ട് ആ മരത്തിന്റെ കനം നോക്കിക്ക്. എത്ര വർഷം അതിൽ എഴുതിയിട്ടില്ല, പക്ഷെ എത്ര വർഷം പഴക്കമാണെന്ന് ഇത് പറയായിരുന്നു. ആ മരം അതിന്റെ ബ്രാഞ്ചസ് നോക്കി അങ്ങോട്ട് കിടക്കുന്നത് സപ്പോർട്ട് ചെയ്ത് അവരത് വെച്ചിട്ടുണ്ട് ഇതിനെ. കാക്ടസിനെയും സക്കലൻസിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇത് കണ്ട് കാണാനും വാങ്ങിച്ചുകൊണ്ട് പോകാനും ഒക്കെ ഇവിടെ വന്നാൽ മതി. ഇത് ഞാൻ പറഞ്ഞായിരുന്നു 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഏരിയ ആണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഇനി ഇതിൻ്റെ അതർ സൈഡ് മൊത്തം വെജിറ്റബിൾസും പ്ലാന്റ്സും ഒക്കെയാണ്. അത് സെക്കൻഡ് പാർട്ടൊക്കെ ഇടുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ചിൽഡ്രൻ ബൈ.